ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ഇച്ചാപ്പിയുടെ വീട്ടിലാണേ. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് ട്രെയിൻ കയറി നമ്മൾ മാവേലിക്കര വന്നു. അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് നമ്മൾ ഇച്ചാപ്പിയുടെ അടുത്ത് വന്നത്. എന്നെ വേണ്ടെന്നുള്ള പരാതിയുമായിട്ട് മുന്നോട്ട് പോയതാണേ. പക്ഷെ രണ്ടുപേരും ഭയങ്കര മൃഗസ്നേഹികളായതുകൊണ്ട് സംസാരം മൊത്തവും മൃഗത്തെ പറ്റിയാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയയില്ലെങ്കിലും എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നേ. ഇതാണ് ഇച്ചാപ്പിയുടെ അമ്മ, പാവമാണേ, ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. പിന്നെ അവിടെ വന്ന് നമ്മൾ ടെഡിയായിട്ട് കുറച്ചു നേരം കളിച്ച്, ടെഡിക്കാണെങ്കിൽ എന്നെ മാത്രം കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം എന്നെ ആ വീട്ടിൽ മൊത്തം ഇട്ട് ഓട്ടിച്ച്. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായ വീട്, നല്ല ഭംഗിയുണ്ട്. ഫ്രെയിംസൊക്കെ ആയിട്ട് ഓരോ ഭാഗവും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, അത് ഭയങ്കര വലിയൊരു ഫ്രെയിമാണേ. ആ വീട് നിറയെ ഫ്രെയിമുണ്ട്. ഞാൻ ആ റൂമിൽ ചെന്നപ്പോഴായാലും ആ സൈഡ് കോർണറിലുള്ള ഫ്രെയിംസൊക്കെ എനിക്ക് കണ്ട് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ ടെഡിയാണ് എന്നെ ഇട്ട് ഓട്ടിക്കുകയാണ്. എന്നെ മാത്രം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവസാനം ഞങ്ങൾക്കൊരു നാരങ്ങ വെള്ളമൊക്കെ കൊണ്ട് തന്നേ. ഞാൻ കട്ടിലിൻ്റെ മണ്ടയ്ക്കാണ് കയറിയിരിക്കുന്നത്. കാരണം എനിക്ക് കാല് താത്തിട്ട എന്നെ ടെഡി വന്ന് കടിക്കും. പിന്നെ ചേച്ചിയെ ഒരുക്കുന്ന പരിപാടിയായേ. ബിരിയാണിയുടെ മണം അമ്മ എന്തോ ഒന്ന് തുറന്ന പോലെ. ഞങ്ങളോട് കുറേ വട്ടം ചോദിച്ചു, നിങ്ങൾക്ക് ബിരിയാണിയുടെ മണം വരുന്നില്ലേ, ബിരിയാണിയുടെ മണം വരുന്നില്ലേ? പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നില്ലായിരുന്നു. അങ്ങനെ ചേച്ചി അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ വിക്സിൻ്റെ പാട്ട് തുറന്നതാണെന്ന്. ഇതാ പോകുന്ന കണ്ടില്ലേ, ഞാൻ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് കയറിയോണ്ട് അവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാനായിട്ട് വരാം. പള്ളിയിലോട്ടാ പോകുന്നത്, പെണ്ണ് കാണാനൊന്നുമില്ല, പെണ്ണ് കാണിക്കാനല്ല. അങ്ങനെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ചീനിയും ചിക്കൻ കറിയും തന്നേ. ഞാൻ കഴിച്ചില്ല, എൻ്റെ വയറ് ഫുള്ളായിരുന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചി ഒരു കവള് വാരി തന്നപ്പോഴേക്കും പറയാം, എനിക്ക് വാരി തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പിന്നെ ചേച്ചിക്കും വാരി കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറയുകയാണ്. എന്താ പറയുക, നല്ലൊരു പുതിയൊരു കൂട്ടുകാരിയെ കിട്ടിയ ഫീലായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു പള്ളിയിൽ പോകണമായിരുന്നു. ഒരു മാതാവിൻ്റെ പള്ളിയായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച്. ഞങ്ങൾക്ക് ഇച്ചാപ്പിയാണ് ഈ പള്ളി കാണിച്ചു തന്നത് കേട്ടോ. അവിടെ ചെന്നു തിരിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിയെല്ലാം കത്തിച്ച്. അവിടെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാവേ. ബൈ ബൈ.